Hello friends, welcome to Earnest Academy. Workshop Instructor notification out ആയിട്ടുണ്ട്. അപ്പോൾ റിക്രൂട്ട്മെന്റ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ വിളിച്ചപ്പോൾ എല്ലാ ബ്രാഞ്ചുകാരുടെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. നമ്മൾ തന്നെ നേരത്തെ ഇട്ട പല വീഡിയോസിലും കമന്റ്സിൽ കണ്ടിരുന്നു പല ബ്രാഞ്ചുകാർക്കും ഡൗട്ട് ഉണ്ട് അവരുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. അപ്പം എല്ലാ ബ്രാഞ്ചിനും വന്നിട്ടുണ്ട്. മെക്കാനിക്കൽ വന്നു, സിവിൽ വന്നു, സിവിൽ അല്ല, ഇലക്ട്രോണിക്സ് വന്നു, CS വന്നു, അങ്ങനെ പല ബ്രാഞ്ചിനും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം കാറ്റഗറി നമ്പർ ആണ്. 678/2022 ആണ് കാറ്റഗറി നമ്പർ വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ആണ്. അപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പോളിടെക്നിക് ലെക്ചർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അല്ലെ ഒന്ന് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഒരു പോസ്റ്റാണ്. പിന്നീട് നല്ല രീതിയിൽ വേക്കൻസി വരുന്ന ഒരു പോസ്റ്റാണ്. ഓൾമോസ്റ്റ് സെയിം സിലബസിൽ വരുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. നല്ല രീതിയിൽ പിടിയുള്ള നല്ല സോട്ട് ആഫ്റ്റർ ആയിട്ടുള്ളൊരു പോസ്റ്റ് തന്നെയാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. വർഷങ്ങൾക്ക് ശേഷം വിളിക്കുകയാണിപ്പോൾ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വപ്നം സാഫല്യമാക്കാൻ നമ്മുടെ ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാമിന്റെ പ്രിപ്പറേഷൻ കൊണ്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് ഞാൻ പറഞ്ഞു കാറ്റഗറി നമ്പർ ആണ്. ദെൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു. സാലറി 41,300 41,300 റുപ്പീസ് ആണ് ബേസിക് പറയുന്നത്. ബേസിക് ആണ്, ഇൻഹാൻഡ് അല്ല. വിത്ത് അലവൻസ് ആണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇൻഹാൻഡ് സാലറി വരുന്നത്. അപ്പോൾ അറൗണ്ട് ഒരു 45,000 എങ്കിലും മിനിമം നമ്മുടെ കയ്യിൽ ഇൻഹാൻഡ് സാലറി വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഒരു പ്രൊഫൈൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ വർക്ക്ഷോപ്പിൽ വരുന്ന സ്റ്റാഫുകളാണ്. അപ്പോൾ പഠിപ്പിക്കുകയല്ല, വർക്ക്ഷോപ്പിലെ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്നത്. ദെൻ വേക്കൻസി 31 വേക്കൻസി ഇപ്പോൾ തന്നെ ഉണ്ട്. അത് തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ, വളരെ വലിയൊരു വേക്കൻസിയാണ്. 31 വേക്കൻസി ഇപ്പോൾ ഉണ്ട്. ഇനി ഇപ്പോൾ എക്സാം നോട്ടിഫിക്കേഷനേ വന്നിട്ടുള്ളൂ. ഇനി അത് എക്സാം വരണം. എക്സാം കഴിഞ്ഞ് എക്സാമിന്റെ റിസൾട്ട് വന്ന് 3 വർഷം വരെ ആ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് അഡ്വൈസ് പോകുന്ന ടൈമാണ്. അപ്പം അത്രയും നാളത്തെ വേക്കൻസികൾ നിങ്ങൾക്ക് ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ 31 വേക്കൻസി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ എന്തുമാത്രം വേക്കൻസി ഉണ്ട് എന്നുള്ളത്. PSC സംബന്ധിച്ച് നല്ല രീതിയിലുള്ളൊരു വേക്കൻസി തന്നെയാണിത്. ദെൻ നമുക്ക് നോക്കേണ്ടത് ക്വാളിഫിക്കേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഡിപ്ലോമയാണ് ഒന്ന്, അല്ലെങ്കിൽ ബിടെക് ആണ്. അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലാണ് വേണ്ടത്. ദെൻ പറയുന്നുണ്ട് അതായത് ഡിപ്ലോമ ആണെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ ആയിരിക്കണം, അല്ലെങ്കിൽ ബിടെക് ആയിരിക്കണം. ജസ്റ്റ് വേറെ കട്ട് ഓഫുകൾ ഒന്നും തന്നെ പറയുന്നില്ല. ഇല്ലെങ്കിൽ ഇതിന് ഇക്വലൻ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിപ്ലോമ ഓർ ബിടെക് ഉള്ള വേറെ ബ്രാഞ്ചുകളുണ്ട് എങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ടൈംലി ആയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കൃത്യസമയത്ത് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കാര്യമായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു പോസ്റ്റിനെ ലക്ഷ്യം വെച്ച് പഠിക്കുന്ന ഒരാളാണ് എങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക പ്രിപ്പറേഷൻ. കാരണം ഓൾറെഡി പോളിടെക്നിക് ലെക്ചറൊക്കെ വിളിക്കുന്നതായതുകൊണ്ട് അതിനൊക്കെയുള്ള പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ പ്രിപ്പറേഷനൂടെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ആരും താമസിക്കരുത്. എക്സാം വിളിച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കരുത്. കാരണം കോമ്പറ്റീഷൻ കൂടുതലാണ്. കോമ്പറ്റീഷൻ കൂടുമ്പോൾ തന്നെ എന്തായിരിക്കും സംഭവിക്കുക, എല്ലാവരും നേരത്തെ കാലത്ത് തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പുറകിലാവരുത് പ്രിപ്പറേഷനിൽ. സോ നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക. ഒരു സിലബസ് ഒക്കെ സെറ്റ് ചെയ്ത് ഒരു ഷെഡ്യൂൾ കീപ്പ് ചെയ്ത് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ അപ്ഡേറ്റുമായി വീണ്ടും കാണാം. താങ്ക് യു.